സമയം പോരേനൊതീന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ശുറൂത്തുസ് സ്വലാത്ത്. പേജ് നിങ്ങളതിൽ എത്ര വെച്ചാൽ നോക്കിക്കാളി. ഇതിൽ പേജ് വ്യത്യാസമുണ്ട്. പെട്ടെന്ന് നിർത്തണം. അത് പോയിട്ട് വരി. അങ്ങനെ പറഞ്ഞു വന്നു അല്ലേ? ശുറൂത്തുൽ വുദൂഇ നല്ല ശ്രദ്ധിക്കട്ടോ. ഫിഖ്ഹാണ്, നല്ല ശ്രദ്ധിക്കണം നിങ്ങൾ. സംശയങ്ങളൊക്കെ നല്ല ചോദിക്കണം. നമ്മളെ ബഹുമാനപ്പെട്ട സമദ് ഫൈലി ഉസ്താദേ, അദ്ദേഹം ഒന്ന് രണ്ട് മസലകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കിട്ടിയ ഒരാള് നമ്മളെ അവിടുത്തെ ഒരു പള്ളി ഗ്രൂപ്പിലിട്ടപ്പോൾ അദ്ദേഹത്തിന് നമ്മളൊന്നും കേൾക്കാത്ത മസല എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കിതാബിലും പറഞ്ഞാണ്, പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ കുറേ പോയിന്റുകളുണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിക്കണവരാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇനി സംശയങ്ങൾ കൂമ്പാരങ്ങൾ ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ് വരുന്നത് അറിയാം. അപ്പൊ നമ്മൾ പറഞ്ഞത് മുത്തലക്കായ വെള്ളം കൊണ്ടാണ് വുളൂ ചെയ്യേണ്ടത്. മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ പ്രത്യേക നാമം പേര് ഇല്ലാത്തതാണ്. വെള്ളം എന്ന് ചോദിച്ചാൽ കിട്ടണ സാധനമാണ് എന്നാ. ഇനി അതെന്നെന്ത് പറ്റൂല? അശുദ്ധിയുടെ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ചത് പറ്റൂല. അതുപോലെ നജസ് നീക്കാൻ ഉപയോഗിച്ചതിലും പറ്റൂല. തഹൂറായ വെള്ളം തന്നെയാണ്. ഒരാൾ ഒതുടുത്ത വെള്ളമാണ്, അല്ലെങ്കിൽ ഒരാൾ കുളിച്ച വെള്ളമാണ്. നല്ല പാത്രത്തിൽ കയറുന്നതാണ് കുളിച്ചു അപ്പൊ ചളിയും കളിയാന്ന് അർത്ഥം വെക്കണ്ടേ? മനസ്സിലാണ്ടോ? കുളിയുടെ ബാബ് വരണേ നമുക്ക് വിശാലമായി പറയാം. അപ്പോ ഒരാളെ ശരീരത്തിൽ അഴുക്കൊന്നുമില്ല, അയാൾ വലിയ ശുദ്ധിക്കാരനാണ്. എന്നാൽ അയാൾ കുളിച്ചു നോക്കുമ്പോൾ ആ വെള്ളത്തിന് ഒരു കുഴപ്പവും കാണുന്നില്ല. കളർ മാറിയിട്ടില്ല, വാസന ഇല്ല, നിറവ്യത്യാസമില്ല. എന്നാലും ആ വെള്ളം ഏതന്നെയാണ്? ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണ്. ഇനി അതുകൊണ്ട് വേറെ ആൾക്ക് ഒന്നെടുക്കാൻ പറ്റൂല. അതാ പറഞ്ഞേ മുസ്താമലും ഫീ റഫിയാദത്തിന് ഒരു അശുദ്ധി ഉയർത്തുന്നതിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളിപ്പോ ഇങ്ങനെ ചിന്തിക്കുക, കുളിച്ചിന്റെ ബാക്കി വെള്ളപ്പം എന്തായാലും കണ്ടാറില്ല. പൊട്ടനാ പോവാൻ സോപ്പ് ഉണ്ടാവില്ല. ഇതില്ല, സോപ്പ് ഉണ്ടാവില്ല. ശരിക്കും കുളിക്കേണ്ടതുപോലെ കുളിക്കുന്ന ആള് കുളിച്ചാൽ സോപ്പ് ഉണ്ടാവില്ല. സോപ്പൊക്കെ ആദ്യല്ലേ ഒരക്കല്, കഴുകല്, വൃത്തിയാക്കല്, അതിനൊക്കെ വെള്ളം വേറെ ഒഴിക്കണം എന്നാണ്. നിയ്യത്ത് ചെയ്തിട്ട് വാരുന്ന വെള്ളം എന്താവുള്ളൂ? മുസ്താമൽ ആ വെള്ളത്തിൽ പെടുള്ളൂ. അതാണ് പറഞ്ഞത്. ഒരു നിർബന്ധ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച വെള്ളമാകാൻ പാടില്ല. കണ്ടിട്ടില്ലേ എല്ലാരും? നിർബന്ധമായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ചതായ ആവാൻ പറ്റൂല. അതെങ്ങനെ? മിൻ റഫ്ഇ ഹദത്തിൻ അസ്ഗറ ഔ അക്ബറ, ചെറുതോ വലുതോ ആയ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ചത്. അപ്പൊ ഒരാൾ ഒതുടുത്ത വെള്ളം ശേഖരിച്ചു കാണുന്നത് നമുക്ക് ചെയ്യാൻ പറ്റൂല, ഒതുടുക്കാൻ പറ്റില്ല. ഇനി പറയണ്ട, അങ്ങനെ ശേഖരിക്കുമ്പോ അപ്പൊ ഈ ഔദുലൊക്കെ പ്രശ്നമല്ലേന്നാ? ഔദുക്കാൻ ചാടല്ലേ? അത് 2 കൊല്ലത്തിന്റെ അപ്പുറം ഉണ്ടായതുകൊണ്ടാണ്. അതിൽ കുറവാണീ പറ്റൂല. അപ്പൊ ഇനി ബക്കറ്റിലൊക്കെ വെള്ളാണെന്ന് വെക്കുക. കുളിക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം. ഇനി ബക്കറ്റൊന്നും മുക്കിയൊന്നും ഉണ്ടാക്കാം. അതില് മുക്കിയൊന്നൊരു കപ്പുപ്പ വന്നതല്ലേ, പഴയ കാലത്ത് കപ്പ് തേനല്ലേ ആണേ. അതിന് വഴിയുണ്ടാക്കെ പറയണ്ടെങ്കിൽ. അപ്പൊ നമ്മളതൊക്കെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചുകൊണ്ടാണ് വെള്ളം മുക്കിയെടുക്കേണ്ടത്. നോക്കുക, പറയാം കേട്ടോ. വലവുമിൻ തുഹരി ഹനഫിയ്യിൻ, ഹനഫി ശുദ്ധീകരിച്ച ശരി, ശുദ്ധീകരിച്ചാലും ശരി, ലം യൻവി, അവൻ നിയ്യത്ത് ചെയ്തിട്ടില്ല. ഔ സബിയ്യൻ ലം യുമയ്യിസ്, വകതിരിവില്ലാത്ത കുട്ടിയാണ്. അപ്പൊ വകതിരില്ലാത്ത കുട്ടി എന്തിനാ അപ്പൊ ഒതുടുക്കണെന്ന് സംശയം നമ്മൾ മറുപടി പറഞ്ഞല്ലോ. തൊവാപ്പിന് വേണ്ടി തൊവാപ്പിൻ, വകതിരില്ലാത്ത കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണ്ടെന്നാണ്. വകതിരിവാകാത്ത കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണ്ട, അതിനെ പള്ളിയേക്ക് കൊണ്ടോണ്ടെന്നപ്പൊ പറഞ്ഞതേ. വകതിരിവായ കുട്ടിയോടല്ല. വകതിരിവായ കുട്ടിക്കാനെ നമ്മൾ പറഞ്ഞില്ലേ, സ്വന്തം തിന്നാനും കുടിക്കാനും നജസ് ശുദ്ധീകരിക്കാനും ഒക്കെ അറിയില്ലേ. അപ്പൊ പിന്നെ ഒതുടുക്കാനൊക്കെ അറിയുന്ന കുട്ടിയാണല്ലോ. ആ കുട്ടിയെ സംബന്ധിച്ചപ്പോ ഇത് വിഷയമല്ലല്ലോ. അപ്പൊ ചെറിയ കുട്ടി ഒതുടുത്താലും ശരി, ചെറിയ കുട്ടിക്ക് എന്തിനാ ഒതുടുത്ത് കൊടുക്കണത്? തവാഫിന് വേണ്ടിയിട്ട്. അപ്പൊ കുട്ടിനേറ്റ് ഉമ്മ ഉംറക്ക് പോയതാണ്. എന്ത് വേണ്ടി വരും? 2 വയസ്സായ കുട്ടിയാണെങ്കിൽ തവാഫ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ തവാഫിന്, കുട്ടിക്ക് തവാഫിട്ടണ എന്ത് വേണം? തവാഫിന് ഉളൂ നിർബന്ധമാണല്ലോ.
അതേപോലെ തന്നെ നല്ല ശ്രദ്ധിച്ചോളി, നജസിനെ നീക്കണീന് വേണ്ടി ഉപയോഗിച്ചതും പറ്റൂല. വലവുമാപ്പുവന്നു, അത് പൊറുക്കപ്പെടുന്നതാണെങ്കിലും ശരി. അപ്പൊ ശരീരത്തിലോ വസ്ത്രത്തിലോ പൊറുക്കപ്പെടുന്നതായിരിക്കും, വെള്ളത്തിൽ അത് പൊറുക്കൂല. മസലൻ ഉദാഹരണം, നമ്മളെ മേൽ കൊതുകിരുന്ന്, കൊതുകിനിപ്പോ യുവാക്കൾ അങ്ങനെ പേടില്ല എന്നാണ്. കൊതുവിനെ യുവാക്കളെ പേടില്ല എന്ന്, വയസ്സന്മാരെ ഭയങ്കര പേടിയാ. എന്താ കാരണം? യുവാക്കളൊരു അടി അടിച്ചു, എന്നിട്ട് ഓൻ്റെ മൊബൈൽ എടുക്കും. അപ്പോൾ ഇതാവും കുറച്ചു നേരം കിടന്ന് കാണുന്നതാവും ഒപ്പരോടൊപ്പം നന്നാണ് പോകും. വയസ്സന്മാരെന്ത് ചെയ്യും? ഓരോ അടി അടിച്ചാൽ വിടുന്നില്ല, രണ്ടൊരുതല കീപ്പട്ടും മേപ്പട്ടും, അതിൽ ഫുള്ളെന്താവും പണി തീരുന്ന. മനസ്സിലായില്ല? ഈ അടിക്കണ സമയത്ത് അതിൻ്റെ ബ്ലഡ് ഭയങ്കര കഴിവല്ലേ അല്ലേ? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കണം. ബഹുമാനപ്പെട്ട ശൈഖനയുടെ കാൽമെങ്ങനെ വൈകുന്നേരം ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കൊതുങ്ങനെ കടിക്കുന്നുണ്ട്. അപ്പം ഞാൻ എനിക്കരെ കണ്ടുകാണ്ട് അട്ടി എന്തെങ്കിലും പറയും നിൽക്കും വെച്ചിട്ടുണ്ട്. പൊട്ടനാണെങ്കിലും കുറച്ച് വരുന്നുണ്ടല്ലോ എനിക്ക്. അപ്പം ഞാൻ അങ്ങനെ കാണാതെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആട്ടിയിട്ടാ. അപ്പോൾ ഒന്നിങ്ങനെ നോക്കിന്നെ ഇരിക്കുക. പിന്നെ ആട്ടെ പിന്നെ ഉടനെ അതിൻ്റെ റിസ്ക് എൻ്റെ അടുത്താണ് കാരണം. നിങ്ങൾ കേൾക്കണില്ല? അതിൻ്റെ റിസ്ക് എൻ്റെ ശരീരത്തിലാണ് കാര്യം. എന്തിനാണത് ആട്ടണത്? ശരിക്കല്ലാതെ എന്തായാലും മറുപടി അറിയാം. ഈ കൊതുവിൻ്റെ റിസ്ക് പടച്ചോ ഉസ്താദിൻ്റെ മേലിലാണ് വെച്ചിരിക്കണത്. അതുകൊണ്ടല്ലേ കൊതുവെന്ന് കടിച്ചണത് എന്ന്. അല്ലെ ആ കൊതു വേറെ ആരെയും പോയി കടിച്ചുകൂടിയിരുന്നോ? അതിൻ്റെ റിസ്ക് ഉള്ളോടത്തല്ലേ കടിക്കണത് എന്ന്. ഇത് നമ്മളൊന്നും ആലോചിച്ചില്ല കേട്ടോ. ഞാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, കാലം വരെ ആലോചിച്ചിട്ടില്ല. പിന്നെ ഞാൻ കുറെ ശ്രദ്ധിച്ചു നോക്കലുണ്ട്. പക്ഷേ എനിക്ക് കൊതു പറഞ്ഞ സാധനം എന്നെ വേഗം കടിക്കും. കാരണം ഈ ഓ പോസിറ്റീവാണ്, നല്ല ടേസ്റ്റുള്ള രക്തമാണ്. നമ്മൾ എവിടെ പോയിരുന്നാലും കൊതി വരും. ഓ പോസിറ്റീവ് പരിശോധിച്ചോളി, ഞാൻ അത് വെറുതെ പറയില്ല. നിങ്ങൾ ഈ പള്ളിക്കന്ന് വിടലിവിടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഓ പോസിറ്റീവ് രക്തമുണ്ടോ കൊതു പെട്ടെന്ന് വന്ന് കടിക്കും. അതിന് ഭയങ്കരതാണ്. നമ്മളെ സ്കൂളിലെ പ്രിൻസിപ്പളിനെ അയാൾ പള്ളിയേക്ക് വരുമ്പോൾ കൊതു ആർത്തിട്ടുണ്ടാവും. അയാളിനോട് ചോദിച്ച വിഷയം എന്താ? അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ മുപ്പരും സമ്മതിച്ചു, അത് സംഭവം ശരിയാണ്. മുപ്പരും ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾക്ക്. അപ്പം നല്ല കടി അടിച്ചു. അപ്പോൾ ഈ കടിക്കണമൊക്കെ നമുക്ക് കുറേ ക്ഷമിച്ചു. പക്ഷെ തട്ടുമ്പോൾ എന്താവും, നമുക്ക് പിന്നെ ചൊറിഞ്ഞിട്ട് വയ്ക്കൂല, നമുക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ രക്തം, ഇനി അതാണ് നമ്മളെ മസല. ആ രക്തം ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടെങ്കിൽ നിസ്കാരത്തിന് പൊറുക്കപ്പെടുന്നതാണ്. പക്ഷെ വെള്ളത്തിൽ കുറ്റിന്ന് വെക്കുക. മനസ്സിലായില്ല? നമ്മളുടെ അടിച്ചേക്ക് ഇത് ആ ഒന്നുണ്ടാക്കാൻ കൊടുത്ത കിണ്ടിയിലെ അല്ലെങ്കിൽ കപ്പലെ വെള്ളത്തിൽ കാണിച്ചാടി ആ വെള്ളം നജസായി. ഇപ്പൊ ഇത് കുപ്പായത്തിലായ കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് പറയരുത്. അതേപോലെ മഴപ്പൂവന്നൻഹൂ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അല്ലെങ്കിൽ നമ്മളെ കാലില് കയ്യില് ചെറിയ ഒരു ഇതുണ്ടായി, അതൊന്ന് തട്ടി, അപ്പൊ ചെറിയൊരു കുറച്ചുണ്ടായിരുന്നു, കുറച്ച് വളരെ കുറച്ചുള്ളൂ. അത് നമ്മളെ നിസ്കാരത്തിന് പ്രശ്നമൊന്നുമില്ല, പൊറുക്കപ്പെടും. പക്ഷെ അത് നമ്മൾ കഴുകിയപ്പോൾ ആ വെള്ളത്തിൽ കണ്ടുപറ്റി നേരെ ചെറിയൊരു പരക്കല കൂടി കണ്ട് പിന്നെ അവിടെ പോയി ചെയ്തു. എന്നാ വെള്ളം പോയി, കാരണം കുറച്ചുള്ളല്ലോ, 2 കൊല്ലത്ത് വെള്ളം ഇല്ലല്ലോ. നജസാവും. നമ്മളെ ശരീരത്തിൽ പൊറുക്കുന്നത് വെള്ളത്തിൽ പൊറുക്കണമെന്നില്ല. അപ്പൊ പൊറുക്കപ്പെടാത്തതായാലും ശരി. അതാ കലീലൻ. കലീലൻ എന്ന് പറഞ്ഞാൽ ഹാലക്കൗനിൽ മായി മുസ്തഅമലി കലീലൻ 5 കൊല്ലത്തേൻ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണ്. 2 കൊല്ലത്തിൽ പറഞ്ഞാൽ എത്ര ലിറ്റർ കണക്കാണ് ഇപ്പൊ വേഗം അറിയാം. റാത്തലും പറയേ 200 ലിറ്റർ. മാഷാ അല്ലാഹ്, നല്ല കുട്ടിയാ. 200 ലിറ്റർ വെള്ളമാണ്. 200 ലിറ്റർ വെള്ളം ഉണ്ടായെന്താവും പെട്ടെന്നത് നെസ്സാവൂലെന്നാ. പിന്നീട് അതിന് വേറെ മസലയാണ്. അല്ലാത്ത വെള്ളം അപ്പൊ 199 ഉള്ളൂ ഏകദേശം പറയാം. അതായത് കുറവുണ്ടെന്ന് അർത്ഥം. എന്നാൽ അത് നജസ് ചേർന്നാൽ തന്നെ നെസ്സായി. പിന്നെ പകർച്ചയാവൊന്നും വേണ്ട. പിന്നെ അപ്പൊ ഇനി ചോദ്യം, നമ്മളെ ഈ ഔദലൊക്കെ ഉണ്ടാവുമ്പോ ഇങ്ങനെ കൊതുകടിച്ചവരൊക്കെ കഴുകിയതുണ്ടാവൂലേ? അതിന് കുഴപ്പമില്ലാന്നാ. നമ്മളിപ്പോ ഒരുപാട് ആളുകളെടുത്ത് ഇങ്ങനെ തെറിച്ചു, രക്തായതുണ്ട് ഇങ്ങനെ. അപ്പൊ അതൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് ഓരോരുത്തർ പാർന്നു. അങ്ങനെ 2 കൊല്ലത്ത് വെള്ളമായി. അല്ലെങ്കിൽ കുറെ ആളുകൾ കുളിച്ച വെള്ളം കൂടി എന്ത് ചെയ്ത് ശുദ്ധമായ വെള്ളം ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് പാത്രത്തേക്ക് വലിയ ടിന്നൊക്കെ ഒരു 500 ലിറ്ററിന്റെ വെള്ളത്തൊക്കെ ചാടിച്ചു. നമുക്കിപ്പോ അത് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ നടക്കൂലല്ലേ? അല്ലേ? നമ്മൾ അവിടെയൊക്കെ എന്താ ചെയ്യല്? നനക്കാൻ വെള്ളം വരുന്നത് എന്താ? നനക്കാൻ വെള്ളം വരുന്ന കണ്ടിട്ടില്ല. കുടിക്കാൻ വരുന്ന വെള്ളം വേറെയാണേ. കുടിക്കാൻ കൊണ്ട് ഗൾഫിലേ കുടിക്കാൻ കൊണ്ടുവരുന്ന വെള്ളം വേറെ അല്ലേ?
നമുക്ക് ഇതിന് വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്ത വെള്ളം. ഫിൽറ്റർ ചെയ്യാൻ ശുദ്ധമായിട്ട് ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ ഉഷാറാണേ. ഫിൽറ്റർ ചെയ്തിട്ട് വരികയാണ് അറിയേ. ഫിൽറ്റർ ചെയ്യണോടുന്ന അതന്നെ പോകുന്ന വെള്ളങ്ങളൊക്കെ ഫിൽറ്റർ ചെയ്ത് നേരാക്കിയിട്ട് വിടും. അപ്പം നമ്മൾ വലിയ ടാങ്കിലേക്ക് ചാടിക്കും. പകർച്ചയില്ലാതാവാൻ ഒരുപാട് വഴിയുണ്ട്. ഇപ്പം ചില ആൾക്കാർ വെള്ളം നിറഞ്ഞിക്കുമ്പോഴും അതിൽ പൂച്ച ചാടി നിൽക്കുക കിണറ്റിൽ. എന്നാൽ പിന്നെ ആ വെള്ളം ഉപയോഗിക്കലില്ല, വേറെ കിണർ ഇളക്കാൻ നിൽക്കലാണ്. അതിൻ്റെ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. 2 കൊല്ലത്തിൽ മീതുള്ളതാണെങ്കിൽ അതിൽ നജസ് വീണു എന്നതുകൊണ്ട് ഒരിക്കലും നജസാവൂല. പകർച്ചയാവണമെന്ന. പകർച്ചയാവുക പറഞ്ഞാൽ അതിൻ്റെ നിറമോ രുചിയോ വെള്ളത്തിന്റെ സിഫത്ത് എന്നാണ് അതിന് പറയലേനെ. വെള്ളത്തിന്റെ ഗുണങ്ങൾ അതിന്റെ സിഫത്ത് എന്ന് പറയും. നിറം, രുചി, വാസന, ഈ 3-4 വ്യത്യാസപ്പെട്ടെങ്കിലേ പ്രശ്നമുള്ളൂ എന്നാണ്. ചല്ല അവസാനിപ്പിച്ച കഴിഞ്ഞു. അല്ല, ഗുണങ്ങൾ 3 വെള്ളത്തിലുണ്ടാണ് അല്ല പറഞ്ഞേ. വെള്ളത്തിന്റെ ഗുണങ്ങൾ 3 ഒന്ന് രുചി, ഒന്ന് നിറം, ഒന്ന് വാസന. ഇത് 3 കൂടി വെള്ളത്തിലുണ്ടായാലല്ല പറഞ്ഞത്. ഇത് 3-1 ഉണ്ടായാലും പ്രശ്നമാണ്. അതല്ല പറയണത്. വെള്ളത്തിന്റെ സിഫത്തുകൾ 3 ഈ 3 കൂടി ഉണ്ടാവണോന്നാ മൂപ്പര്. അത് വേണ്ട, അത് വേണ്ടെന്നാണ് മൂപ്പര് പറഞ്ഞത്. അത് ശരിയാണ് കേട്ടോ. അതാണ് ഇപ്പൊ ജുമിയൽ മുസ്താമലു, ഉപയോഗിച്ച വെള്ളത്തെ ഒരുമിച്ച് കൂട്ടപ്പെട്ട് ഫബലഗ കുല്ലത്തൈനി, അത് 2 കൊല്ലത്ത് തികയും ചെയ്താൽ മുത്തഹിറുൻ, അത് ശുദ്ധിയുള്ളതാകുന്നു. എന്തുകൊണ്ട്? ഇപ്പൊ കുറെ ആളുകൾ ഒതുകൊടുത്ത വെള്ളമാണെങ്കിൽ ഉതലുണ്ടാവുക, അതുകൊണ്ട് പകർച്ചൊന്നുമില്ല. അപ്പൊ ശരിയാണ്, കുഴപ്പമില്ല. ഏതുപോലെ തന്നെ ഇനി മുത്തനജ്ജിസിനെ അങ്ങനെ സംഗമിപ്പിക്കാൻ വെള്ളമില്ലാത്തടത്ത് അതൊക്കെ ചെയ്യേ. അങ്ങനെ കുറെ വലിയ ടാങ്കിക്ക് ചാടിച്ചു. അപ്പൊ ആദ്യം പകർച്ച ഉണ്ടായിരുന്നു, അങ്ങനെ സ്വന്തം നിന്ന് പകർച്ച നീങ്ങി മതി. അല്ലെങ്കിൽ ചാടി നോക്കുമ്പോ ചെറിയ ബക്കറ്റിലാകുമ്പോ പകർച്ച കണ്ടിരുന്നു. പക്ഷെ അതിങ്ങനെ വന്ന് വലിയ ടാങ്കിക്ക് ചാടിയപ്പം ഇല്ല, ഒരു പ്രശ്നവും വെള്ളത്തിനില്ല. എന്നാ വെള്ളം ശുദ്ധമാണ്. അതാ കമാലോ ജുമിയൽ മുത്തനജ്ജിസു ഫബലഗ കുല്ലത്തൈനി, 2 കൊല്ലത്ത് തികയും ചെയ്തു. വലം യതഗയ്യർ, അതിന് പകർച്ച കാണുന്നില്ല, നിറമോ മണമോ രുചിയോ വ്യത്യാസപ്പെട്ടിട്ടില്ല. ഇനി ശ്രദ്ധിച്ചോളി. അങ്ങനെ കുറെ ആളുകൾ എടുത്ത് കുറേശ്ശെ ഒരു ബക്കറ്റ് വെള്ളമുള്ളത്, ആ ബക്കറ്റ് വെള്ളമൊക്കെ കൂടി മാറുന്ന 200 ലിറ്റർ. കുട്ടി പറഞ്ഞ വരി 200 ലിറ്റർ വെള്ളമായി. എൻ്റെ അടുത്തൊരു 5 ലിറ്റർ ഉണ്ട്, പലയിടത്തൊരു 7 ലിറ്റർ ഉണ്ട്. ഇതൊക്കെ നൈസായ വെള്ളമാണ്. അതൊക്കെ കൂടി കൊടുക്കാണ്ട് ഒന്നിക്കാണ് പാർന്നിട്ട് നോക്കുമ്പോൾ എന്തില്ല, കുഴപ്പമില്ല. ഒക്കെ കൂടെ ഒന്നായപ്പോ പ്രശ്നമില്ല. എന്നാ ആ വെള്ളം വീണ്ടും നമുക്ക് ഓരോ ബക്കറ്റ് മുക്കിയിട്ട് പോവാൻ. നജസ് കഴുകി, നിങ്ങളെ തുണിയിൽ കൊതുകായി, അത് കഴുകി നിങ്ങള് അങ്ങനെ കൈകേക്ക് പാർന്നു. ആ വെള്ളം കൊടുത്ത് ഇതിവിടെ പാത്രത്തിൽ പാർന്നു. 500 ലിറ്ററിന്റെ ടാങ്ക് പാരാണ്. അങ്ങനെ പലരും കഴുകിയ നജസ് കഴുകിയ വെള്ളമൊക്കെ കൂടി ഇതീ പാർന്നു. ഇപ്പൊ ഇവരെല്ലാവരും നജസ് കഴിക്കിയതാ. കൊടുന്നു നോക്കുമ്പോൾ ഒരു 400 ലിറ്റർ വെള്ളം ഇരിക്കണേ ഏകദേശം. ഈ പാത്രത്തിൽ നോക്കുമ്പോൾ ഇതിനൊരു കുഴപ്പമില്ല. രുചി വ്യത്യാസപ്പെട്ടിട്ടില്ല, വാസന കാണുന്നില്ല, നിറ വ്യത്യാസം കാണില്ല, ഒരു പ്രശ്നം കാണുന്നില്ല. സംഗതി നൈസ് കഴിക്കണേനും. എന്നാ ഈ കൊടുന്ന ബക്കറ്റ് ഉണ്ടല്ലോ, അയക്കൊഴിച്ചല്ലോ, ഞാൻ ബക്കറ്റ് ഒന്ന് കഴിക്കാണ്ട് ഇതിന്നൊരു ബക്കറ്റ് മുക്കിക്കാണ് പോവാൻ. അതാണ് ഇനി പറഞ്ഞത്. ശേഷം അത് ചുരുങ്ങി എന്നോട് കുഴപ്പമില്ല. അപ്പൊ 200 ലിറ്ററിന്റെ മീതറിലേക്ക് കൊടുന്ന് പാർന്ന് പിന്നെ വീണ്ടും ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഒരു കപ്പോ മുക്കി കൊണ്ടുപോയി എന്നതുകൊണ്ട് നജസാകൂല. കാരണം ഇവിടെ എന്ത് ചെയ്തു, നജസാവാത്ത അവസ്ഥയിലേക്ക് വന്നല്ലോ, അതോടുകൂടി ശരിയായി. അതാണ് ഇപ്പൊ നമ്മൾ അതിനൊക്കെ മനസ്സിലേ. അവിടെയൊക്കെ വലിയതിക്കാണ് കൊണ്ടുപോയി ചാടിക്കാണ്. പിന്നെ ആ പകർച്ചാണ് നീങ്ങിയ ശേഷം വീണ്ടും എന്ത് ചെയ്യാണ്, ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും വിടുക തന്നെയാണ് ആ വെള്ളം എന്നാണ്. നിർത്തിട്ടോ. അന്നൽ ഇസ്തിഅമാല ലാ യസ്ബുതു ഇല്ലാ മഅ ഖില്ലത്തിൽ മാഇ, വെള്ളം കുറഞ്ഞു ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് മുസ്തഅമലി എന്ന അവസ്ഥ ഉണ്ടാവുക. അയ്യോ ബഅദ ഫസ്ലി, ഇനി പറഞ്ഞൊന്ന് ശ്രദ്ധിക്കട്ടോ. അയ്യോ ബഅദ ഫസ്ലിഹി അനിൽ മഹല്ലി അൻ മഹല്ലിൽ മുസ്തഅമൽ ഫീഹി, ഉപയോഗിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് പിരിയുകയും വേണം. ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിന്ന് പിരിയുകയും വേണം. അതായത് ഇപ്പൊ നമ്മൾ കയ്യൊക്കെയാണ്, ഈ കയ്യകണ വെള്ളമല്ല ഇങ്ങോട്ട് ഒലിക്കണത് അല്ലേ. ഇപ്പൊ ഇവിടെ കൈകണ വെള്ളമല്ല ഇങ്ങോട്ട് ഒലിക്കണത്, ആ കൈകണയെല്ലാം ഇങ്ങോട്ട് ഒലിക്കണ്, ആ കൈകണയെല്ലാം ഇവിടേക്ക് ഒലിക്കണത്.
അപ്പൊ ശരിക്കും മുസ്താമലല്ലേ? ഇവിടെ കൈകീതെല്ലാം ഇങ്ങോട്ട് പോകുന്നത് മുസ്താമലല്ലേ? അതുകൊണ്ട് പ്രശ്നമില്ല. കാരണം ഈ അംഗം എന്ന് പറയുന്നത് ഇതുവരെയും ഇതിന്റെ കൈകൾ ഓഫറുള്ളതാണ്. അപ്പൊ ആ വെള്ളം പോകുന്ന ഇങ്ങനെ വന്ന് ഇവിടുന്ന് കിട്ടാനെ കൊടുന്നിട്ട് പ്രശ്നമില്ല. അപ്പൊ ഈ ഭാഗം കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങോട്ട് കൈകി കൊടുത്താല് അപ്പൊ നമ്മളെ മലയാളികൾക്ക് പറഞ്ഞാൽ തിരിയില്ല. മറ്റൊരു കാണാൻ തുള്ളി വെള്ളം എടുത്തിട്ട് ചെയ്യും കണ്ടിട്ടില്ലേ? ഒരു കുപ്പി വെള്ളം കൊണ്ട് എന്താവും ഫുള്ള് ഒലിപ്പിച്ചിട്ട് ഉറ്റിനുണ്ടാവും. ഇങ്ങനെ ഒലിപ്പിച്ച് കഴുകുന്നുണ്ട്. ആ കുപ്പിയിൽ നിന്ന് ഒരു വണ്ടിയിൽ നിന്ന് ഒരു കുപ്പി തുറക്കുക, കഴുകി ഒതുടുക്കൽ കഴിഞ്ഞ് ബാക്കി വെള്ളം കുടിക്കാനും ഉണ്ടാവും. നമ്മൾ കൊണ്ടായിരുന്ന മുഖം കഴുകാൻ 2 ലിറ്ററിൻ്റെ കുപ്പി തേയിലേക്കാരം. അതന്നെ കേട്ടോ. ഇനി വേറെ ശ്രദ്ധിച്ചു കേട്ടോ. വലോ ഹുക്കുമൻ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണ് ഞാൻ പറഞ്ഞത്. വലോ ഹുക്കുമൻ, അത് ഹുക്കുമിൽ പിരിഞ്ഞാലും ശരി. എന്താ ഈ ഹുക്കുമിൽ പിരിയാന്ന് പറഞ്ഞാല്? ബാഹ്യമായി പിരിയാന്ന മനസ്സിലായില്ല. ഇവിടുന്ന് ഉറ്റി അബാഹ്യമായി പിരിച്ചിലാണല്ലോ, ഉറ്റിയല്ല. ഇവിടെ ഉറ്റിയ കഴിഞ്ഞു. ഇനി ഉക്കുമിൽ പിരിയൽ അങ്ങനല്ല. ഈ കയ്യിപ്പോ ഇതുവരെ കഴുകൽ നിർബന്ധ. ഈ മുട്ടുൾപ്പെടെ കഴുകണം. മുട്ടുൾപ്പെടെ കഴുകണം എന്നാ ഓയത്ത് മൊയ്യയിൽ പെട്ടതാണെന്ന് അവിടെ. ഇനി അവിടുന്ന് ഒരു കയറ്റി കഴുകൽ സുന്നത്തുണ്ട്. ഏതുവരെ? ഇതുവരെ. ഇങ്ങോട്ട് കയറ്റി കഴുകലോ കറാഹത്താണ്. അപ്പൊ ഇനി ഒരാൾ കുറച്ച് നല്ല ഒതു ഉണ്ടാക്കലായിരുന്നു. ഓൻ കൈ ബെടുക്കെത്തി, ആ വെള്ളം കെട്ടേനെ പോന്ന് ബെടുക്കെത്തി. എന്നപ്പോ ഒക്കുമിയായിട്ട് പിരിഞ്ഞു. വാസ്തവത്തിൽ ഉറ്റിയിട്ടൊന്നുമില്ല. ഇങ്ങോട്ട് തോളുക്കന്ന് കാണി ഈ തോൾക്കൂടി ഇങ്ങനെ മറിഞ്ഞു കാണും ഇങ്ങോട്ടിട്ട് പോകുന്നേ. എന്നാ ഒക്കുമിൽ പിരിഞ്ഞു. ഞാൻ ഒന്നും തരില്ല, ഇവിടെ കഴുകാൻ പറ്റൂല. അപ്പൊ ഭാഗമല്ലേ കഴുകിയിട്ടുള്ളൂ. കയറ്റി കഴിഞ്ഞാൽ ഇതുവരെ പാടുള്ളൂ. പുറത്ത് കിടക്കാൻ പാടില്ല. പുറത്ത് കിടന്ന ഹുക്കുമിയായ പിരിച്ചിലാണ്, നിയമത്തിനെതിരാണ്. നിയമത്തിനെതിരിൽ നമ്മളെ വക കുറച്ച് നീട്ടാൻ പറ്റൂല. പറ്റുന്നവരുണ്ട്, അത്രേ പാടുള്ളൂ. കേട്ടോ. ഏതുപോലെ ഉളൂ ചെയ്യുന്നവന്റെ തോളം കൈ വിട്ട് കടന്നു. അവർ ഉക്കുബത്ത് വലിയ മുട്ടുകാലിന്റെ മീത് കേറ്റിങ്ങണ്ട് കൈകീറ്റേ. ചില ആൾക്കാർ ചില കാലങ്ങളോടുത്ത് പറയാം, കേറ്റിണ്ട് പിടിച്ചിട്ട് 2 പാരലാണ്, അതുകൊണ്ട് കാര്യമില്ല. മുട്ടിന്റെ മുകളിൽ നിന്നാണ് കീപ്പെട്ട് ഒലിപ്പിച്ചാൻ പറ്റൂല. മനസ്സിലാവുണ്ടോ? കൈകി മുകളിൽ നിന്ന് വന്ന് ഇങ്ങനെ കിട് കടന്ന് പിന്നെ ആണ്ടേനെ പോയിട്ട് വരുന്നുണ്ടോ? അത് പറ്റൂല. മുട്ട് വരെ കഴുകാൻ പാടുള്ളൂ. കാല് കഴുകുമ്പോ കേറ്റി കൈകൾ സുന്നത്തുള്ളത്, മുട്ടിന്റെ അപ്പുറം കേറ്റി കൈകൾ സുന്നത്തില്ല. അതിന്റെ സ്ഥലത്തേക്ക് അത് മടങ്ങിപ്പോയാൽ ശരി. അവന്റെ കലം ഒരു കൈയിൽ നിന്ന് മറ്റേ കൈക്കായി. അപ്പൊ ഈ കൈ ഇങ്ങനെ കഴുകി വെള്ളം കുറഞ്ഞ സ്ഥലത്താണല്ലോ ഇപ്പൊ ഈ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ. അപ്പൊ ഒരു വട്ടം കഴുകാനേ വെള്ളമുള്ളൂ. ആ കൈക വെള്ളം ദീമക്കായി നീട്ടത് കഴുകി പറ്റുമോ? പറ്റൂല. കാരണം കൊണ്ട് ഇത് സംഗതി കൈ ഒന്നും മറ്റേത് ഒന്നുമാണ്. അതുകൊണ്ട് ഹുക്കുമിൽ പിരിഞ്ഞു പോയിട്ടുണ്ട്. നീ നല്ല ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ എന്നാലും വെള്ളപ്പൊ ഉറ്റൂല. അപ്പൊ ഇവിടെ കഴുകണ നേരത്ത് ഇവിടുന്ന് കണ്ണിന്റെ പിരികത്തൊന്നും ഇങ്ങോട്ട് പറ്റും. കണ്ണിന്റെ പിരിവ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇട്ടൂലേ. അതുപോലെ കുളിക്കുന്ന ആളാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇട്ടു. അപ്പൊ പോയോ? ഇല്ല, അങ്ങനല്ല. അതൊന്നൊക്കെ സാധാരണ വെള്ളം ഇറ്റുന്ന സ്ഥലങ്ങളാണ്. തെറ്റ് നിങ്ങൾ നേരെ ഇട്ടുകിടെ വിളിച്ചു തരുമല്ലോ. നേരെ വെച്ച് ഇവിടുന്ന് കാലിന്റെ അടി കുറ്റലില്ലല്ലോ, കാൽമ കുറ്റമില്ല. അപ്പൊ കാല് വെക്കാൻ പറ്റുന്നത് കൊണ്ട് അതാ കണ്ടോ. തണ്ടം കയ്യിൽ നിന്നല്ല, മുൻകൈ വേറെയാണല്ലോ അല്ലേ? മുൻകൈ കൈ സുന്നത്തുള്ള സ്ഥലല്ലേ, ഒന്ന് വേറെ. തണ്ടം കൈ വേറെ, തോളം കൈ വേറെ. ആ പിരിച്ചിലിന് കുഴപ്പങ്ങളില്ല. വലാപിൽ ജുനുബി, ജനാപത്ത് വിളിക്കാണ് എംബിസാലുമിന് റൈസി, തലീന്ന് ഇങ്ങോട്ട് ഉറ്റുന്നില്ലാനാവിസ്വതിരി. കണ്ടോ, നെഞ്ചിന്റെ ഭാഗത്ത് തലീന്ന് ഇങ്ങോട്ട് വെള്ളം ഇവിടെ വയ്ക്കുമ്പോൾ ഇട്ടുമല്ലോ, അതിന് കുഴപ്പമില്ല. സാധാരണ ഉറ്റണ സ്ഥലം. അതിനാ ഞാൻ പറഞ്ഞത് എന്താ, തലീന്ന് കാലുമ്പോ കുറ്റോ? കുറ്റൂല. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി കുറെ കാര്യങ്ങൾ പറയണം. ഇനി പ്രധാനമായ പോയിന്റാണ്. അപ്പൊ ഇനി ഒന്നുണ്ടാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം കൈയിടുമ്പോന്നാ. ഇൻഷാ അല്ലാഹ്.